എല്ലാ ജോലിക്കും അതിൻ്റെതായ ക്രിയേഷനുണ്ട്. എന്ത് സാധനവും അത് ചെയ്യുന്നതിനൊരു ഭംഗിയുണ്ട്. പറയുന്നതിൽ ക്ലാരിറ്റി, ചെയ്യുന്നതിൽ ക്ലാരിറ്റി ഇതുണ്ടാവുമ്പോഴാണ് റിസൾട്ട് നന്നാവും. ഉറപ്പായിട്ടും നമുക്ക് ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വ്യക്തത എന്ന് പറയുന്ന സാധനം, ക്ലാരിറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് ചെയ്യുന്നതിന് മുമ്പേ ഉണ്ടാവേണ്ട ഒന്നാണ്. അപ്പോൾ പലപ്പോഴും എന്താ ആളുകൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ക്ലാരിറ്റി എത്ര ചെയ്താലും പെർഫെക്ഷനിസ്റ്റുകളാണ്. ഈ പെർഫെക്ഷനും ക്ലാരിറ്റിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ജീവിതത്തിൽ പല ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന പലതരം ആൾക്കാരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ഒരു സക്സസിന് ഒരു ക്ലാരിറ്റി കാണില്ല. അവരെന്താണ് ചെയ്യുന്നത്? അവരെങ്ങനെ സക്സസ്ഫുൾ ആകാം എന്നൊരു ക്ലാരിറ്റി ആർക്കും ഉണ്ടാവില്ല. അപ്പം ഒരു സക്സസ് ആവുന്നതിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും വേണം. ക്ലാരിറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വെച്ചാൽ നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ എങ്ങോട്ട് യാത്ര പോകുന്നു, അതറിയാതെ ഒരു യാത്ര എങ്ങനെ സക്സസ് ആവും? അപ്പോൾ എവിടേക്കാണ് പോകുന്നതിൻ്റെ ദിശ അറിയണം, എന്താ ചെയ്യാൻ പോകുന്നതിന് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തത വേണം. ഈ ക്ലാരിറ്റി എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമുക്കതിൻ്റെ ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും എന്താ ആളുകൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ക്ലാരിറ്റി എത്ര ചെയ്താലും പെർഫെക്ഷനിസ്റ്റുകളാണ്. ഈ പെർഫെക്ഷനും ക്ലാരിറ്റിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പം പെർഫെക്ഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അപ്പോൾ അതിങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. പക്ഷേ വ്യക്തത എന്ന് പറയുന്ന സാധനം, ക്ലാരിറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് ചെയ്യുന്നതിന് മുമ്പേ ഉണ്ടാവേണ്ട ഒന്നാണ്. പ്ലാനിംഗ് ആണോ ഉദ്ദേശിക്കുന്നത്? പ്ലാനിംഗ് ഒക്കെ അതിൽ പെടും. നമുക്ക് പ്ലാനിങ്ങിനൊക്കെ മുമ്പ് തന്നെ അതിനു മുമ്പ് ചെയ്യാൻ പോകുന്ന കാര്യത്തെ നമുക്ക് കാണാൻ പറ്റണം. കാണാൻ കഴിയാത്ത ഒരു കാര്യത്തെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡൗട്ട് ചോദിച്ചിട്ട്, ഇപ്പം ഒരു അധ്യാപകനാകാൻ തീരുമാനിക്കുന്ന ഒരാൾ, അദ്ദേഹം പഠിച്ചു കഴിഞ്ഞാൽ അത് ജോലിയിലേക്ക് കയറുമ്പോൾ ഇത്ര വർഷത്തിനുള്ളിൽ ഞാൻ ഇന്നൊരു പോസ്റ്റ് എത്തണം, അല്ലെങ്കിൽ എൻ്റെ അവസാന കാലഘട്ടത്തിൽ ഞാനൊരു പ്രിൻസിപ്പളായി അല്ലെങ്കിൽ അതിന് മേലൊരു പൊസിഷനിലെത്തി റിട്ടയർ ആകണം എന്നുള്ള ക്ലാരിറ്റിയാണോ സാർ ഉദ്ദേശിക്കുന്നത്? അത് ആവണമെന്നില്ല. അത് അങ്ങനെ ഒരാൾ വന്നിട്ട് പിന്നെ അയാളുടെ ജീവിതത്തിൽ അയാളുടെ പെർഫോമൻസിനനുസരിച്ച് അയാൾക്ക് ഈ സ്ഥാനങ്ങളൊക്കെ കിട്ടുന്നത്, ഇടം കിട്ടുന്നത് അതായിരിക്കാം. ക്ലാരിറ്റി അങ്ങനെയല്ല. ക്ലാരിറ്റി എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. മലയാളികളുടെ ഏറ്റവും മഹാനായ സംഗീതജ്ഞൻ രവീന്ദ്രൻ മാസ്റ്റർ. അപ്പോൾ ഞാനൊരു വലിയ ആത്മബന്ധമുള്ള ഒരാളായിരുന്നു. അപ്പോൾ രവീട്ടൻ ഞങ്ങളുടെ മറ്റൊരു വലിയ സുഹൃത്ത് ഗിരീഷ് പുത്തഞ്ചേരിയും ഞാനും കൂടെ ഒരു ദിവസം രവീട്ടനോട് ചോദിച്ചു, രവീട്ടാ, എന്തുകൊണ്ടാണ് ഈ യേശുദാസിനെ പോലെ ഒരു പാട്ടുകാരൻ പിന്നീട് ഉണ്ടാവാത്തത്? ന്യായമായ ചോദ്യം. എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഞങ്ങളും ചോദിച്ചുള്ളൂ. അപ്പോൾ രവീട്ടൻ ഒരു വെറ്റിലെടുത്ത് 100 തേച്ചുകൊണ്ട് അങ്ങനെ ഒരു ചാരുകസേര ഇങ്ങനെ ആടിക്കൊണ്ട് അതിങ്ങനെ മടക്കി അങ്ങനെ രസമായിട്ട് ഇങ്ങനെ ചവച്ചുകൊണ്ട്, റോബിനെ, ഗിരീഷേ, തിരുവനന്തപുരത്ത് സ്വാതിരുന്നാൾ സംഗീത അക്കാദമി കണ്ടിട്ടുണ്ടോ? പെട്ടെന്ന് നമ്മൾ വിഷ്വൽ പോയി. ഉണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ 2000 മുമ്പ് ഞങ്ങളെയൊക്കെ ചെറുപ്പം എന്ന് പറയുന്ന ആ സമയത്ത് അവിടെ ഈ സ്വാതി തിരുനാൾ സംഗീത കോളേജിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല വെള്ളമുണ്ടൊക്കെ കൊടുത്ത, നല്ല താടിയൊന്നുമില്ല, പക്ഷെ ഒരു ദൈന്യതയുണ്ട്, കാണാനൊക്കെ യോഗ്യനാണ്. രവേട്ടൻ്റെ പ്രത്യേക സംസാരമാണ്. അപ്പോൾ ഗിരീഷ അപ്പോൾ അതിലെ ഒരു സന്യാസി നടന്നു പോവുകയാണ്. സന്യാസി ഒരു കാഷായ വസ്ത്രധാരിയായ ഒരാൾ. സ്വാമി എന്ന് വിളിച്ചു ചെറുപ്പക്കാരൻ. അപ്പോൾ ഇതെങ്ങനെ നോക്കി, എന്താ, ഓടി അടുത്ത് വന്നു, എന്തെങ്കിലും തരണേ. അയ്യോ ചെറുപ്പക്കാരൻ, എൻ്റെ കയ്യിലൊന്നും തരാനില്ലല്ലോ, ഞാനൊരു സന്യാസിയായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ്, തപസ് ചെയ്യാനായിട്ട് പുറപ്പെട്ട ഒരാളാണ്, അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ തരാനൊന്നുമില്ല. അയ്യോ അങ്ങനെ പറയരുത്, എല്ലാവരും എന്നെ ഇങ്ങനെ നിരാശപ്പെടുത്തുകയാണ്, പറഞ്ഞു എല്ലാവരോടും ചോദിക്കുമ്പോൾ ഒന്നും തരാനില്ലെന്ന് പറയും. ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്, എന്തെങ്കിലും അവിടെ നിന്നും തരണം. ഓ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഞാൻ വെള്ളം കുടിക്കാനായി ഉപയോഗിക്കുന്ന ഈ വെള്ളി വെള്ളിപ്പാത്രം, മൊന്ത എന്ന് പറയുന്നത്, ആ പാത്രം ഞാൻ അങ്ങേക്കായി തരാം, താങ്കൾക്കായി നൽകാം. അപ്പം ഈ പാത്രം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അനുഗ്രഹിച്ച് ഈ സന്യാസിയാകാൻ ഇറങ്ങി പുറപ്പെട്ട ആൾ മടങ്ങി. ഈ ചെറുപ്പക്കാരൻ അത് വാങ്ങിച്ചു. ഈ സന്യാസി ശ്രേഷ്ഠൻ തൻ്റെ യാത്രകളൊക്കെ ഇങ്ങനെ പോയി ഹിമാലയ സാനുക്കളിലൂടെ സഞ്ചരിച്ച് മഹാത്യാഗിയായി, യോഗീവരനായി, സർവാംഗ പരിത്യാഗിയായിട്ട്, മഹായോഗിയായിട്ട് ഇയാൾ തിരിച്ച് തൻ്റെ യാത്രയ്ക്ക് എപ്പോഴോ വെച്ച് അറിയാതെ ഇതേ വഴിത്താരയിലൂടെ നടന്നു പോകുമ്പോൾ പിന്നിൽ നിന്നും ഒരു ശബ്ദം, സ്വാമി. ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ
താടിയൊക്കെ വെച്ച് വെളുത്ത മുണ്ടും വെള്ള ഷർട്ടും തന്നെയാണ് വേഷം. എവിടെയോ പരിചയമുള്ളതുപോലെ തോന്നുന്നു, പക്ഷെ മനസ്സിലായില്ല. ഓടി അടുത്തു വന്നു. കുറച്ചുകൂടെ തിളങ്ങുന്ന കണ്ണുകളൊക്കെയാണ്. അപ്പം ഞാൻ അവിടുത്തെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഞാനൊരു സന്യാസിയാണ്. ഓർമ്മകളും പ്രതീക്ഷകളും എല്ലാം ഇല്ലാതാക്കിയ ഒരാൾ. എനിക്ക് അങ്ങയും ഓർക്കാൻ കഴിയുന്നില്ല. എന്നെ ആരും കാത്തിരിക്കാനുമില്ല. അല്ല, അങ്ങ് പണ്ടെനിക്കൊരു വെള്ളി പാത്രം മൊന്ത തന്നിരുന്നു, എനിക്ക് വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം. എന്നിട്ട് ഞാനത് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങേക്ക് മുന്നിൽ അങ്ങ് വരാനായി കാത്തിരിക്കുകയാണ് ഈ ഗേറ്റിൽ. ഒരുപാട് കാലമായി കാത്തിരിക്കുന്നു. പക്ഷെ അങ്ങേ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അങ്ങയുടെ ഈ വരവ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഓർമ്മ പോലെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്തോ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഒരു കൗതുകമായി ഇദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു, ആ പാത്രം എവിടെ ഒന്ന് കാണിക്കൂ. ആ പാത്രം ഉടനെ തന്നെ പഴയ പേപ്പറും കൊണ്ട് പൊതിഞ്ഞ, അന്ന് അതേ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ ആ പേപ്പർ തുറക്കുമ്പോൾ അതിനുള്ളിൽ ചുവന്ന പട്ടുകൊണ്ട് പാത്രം ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. ആ ചുവന്ന പട്ട് ഇങ്ങനെ തുറക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ തെളിച്ചം കൊണ്ട് ഈ സന്യാസി ശ്രേഷ്ഠന് കണ്ണ് മഞ്ഞളിച്ച് പോയി. നോക്കാൻ കഴിഞ്ഞില്ല. അത് കൈകൊണ്ട് ഇങ്ങനെ മറച്ചു. അദ്ദേഹം പെട്ടെന്ന് അത് അടയ്ക്കും എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. പക്ഷെ ഞാൻ അന്ന് തന്ന പാത്രം ഇതല്ലല്ലോ, അത് തന്നെയാണ്. പക്ഷെ ആ പാത്രത്തിൽ ഇത്ര തിളക്കം ഉണ്ടായിരുന്നില്ലല്ലോ ചെറുപ്പക്കാരാ. അല്ല സ്വാമി, ഈ പാത്രം എന്നെങ്കിലും അങ്ങേക്ക് ഞാനത് തിരിച്ചു തരണമല്ലോ എന്ന് വിചാരിച്ച് കാവ് പിടിക്കാതിരിക്കാൻ ഞാൻ ഈ ചുവന്ന പട്ടുകൊണ്ട് തുടച്ച് അതിൻ്റെ കാന്തി കൂടിപ്പോയതാണ്, തിളക്കം കൂടിപ്പോയതാണ്. അപ്പം ഇദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഈ പാത്രം ഈ ഭൂമിയിൽ സൂക്ഷിക്കാൻ യോഗ്യനായ ഏക മനുഷ്യൻ താങ്കൾ മാത്രമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി താങ്കൾ ഇത് സ്വീകരിച്ചാലും ആ പാത്രം ഈ ചെറുപ്പക്കാരൻ നൽകി അനുഗ്രഹിച്ച് ഈ സന്യാസി ശ്രേഷ്ഠൻ യാത്രയായി എന്നാണ് രവിയേട്ടൻ്റെ കഥയുടെ അവസാനം. കഥ കഴിഞ്ഞ് രവിയേട്ടൻ അടുത്ത വെറ്റില 100 തേച്ചുകൊണ്ട് രവിയേട്ടൻ ചോദിച്ചു, റോബിനെ, ഗിരീഷേ, ആ പോയതാരാ എന്നറിയൂ ആ സന്യാസി ശ്രേഷ്ഠൻ? ഇല്ല, സംഗീത ദേവതയായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾക്ക് കത്തി. അപ്പോൾ സ്വീകരിച്ച ആളെ മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി, ദാസേട്ടൻ. ആ ചുവന്ന പട്ടുകൊണ്ട് ആ മനുഷ്യൻ പോയതിനു ശേഷവും എപ്പോഴും എല്ലാ കാലത്തും ഇന്നും സംഗീതമാകുന്ന ചുവന്ന പട്ടുകൊണ്ട് തുടച്ച് തൻ്റെ തൊണ്ടയുടെ ക്ലാരിറ്റി, ശുദ്ധത വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും അയാൾ പാടിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർ മോശക്കാരായതുകൊണ്ടല്ല അദ്ദേഹത്തെ പോലെ വരാൻ പറ്റാത്തത്. ഈ കഥ അവസാനിക്കുമ്പോൾ വളരെ കൃത്യമായ ഉത്തരമായി എന്തുകൊണ്ട് യേശുദാസിനെ പോലെ ഒരു പാട്ടുകാരൻ ഉണ്ടാവുന്നില്ല. പിന്നീട് എനിക്ക് ദാസേട്ടനോട് ഈ കഥ പറയാനുള്ള അവസരം ഉണ്ടായി. ദാസേട്ടൻ ഭയങ്കര ആസ്വദിച്ചു. രവിയുടെ കഥ കൊള്ളാം എന്നോട് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏത് രംഗത്തും ആവട്ടെ, നിങ്ങളൊരു ഒരു സംഗീതജ്ഞനല്ല, നിങ്ങളൊരു എഞ്ചിനീയറോ നിങ്ങളൊരു മറ്റേതെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരാളോ എന്തുമാകട്ടെ, നിങ്ങളുടെ കർമ്മമാകുന്ന ആ ചുവന്ന പട്ടുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റി വരുത്താൻ കഴിയും? ഡെഡിക്കേഷനാണ് അതിനുള്ള ഒരു സഹായകരമായ ടൂൾ എന്ന് പറയുന്നത്. അങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താൻ പറ്റും, അത്രത്തോളം നിങ്ങളുടെ ആ പ്രൊഫഷൻ നിങ്ങൾ സക്സസ്ഫുൾ ആയി. ഇപ്പം ഞാനൊരു ചലച്ചിത്ര പ്രവർത്തകനാണ്. എൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഈ രംഗത്ത് നടക്കുന്ന പുതിയ അപ്ഡേഷൻസുകൾ, തിരക്കഥാ സങ്കേതങ്ങൾ, അല്ലെങ്കിൽ മാറിയ കാലത്തിൻ്റെ സിനിമാ രീതികൾ, ഇപ്പം നോൺ ലീനിയർ രീതിയിൽ സിനിമയ്ക്ക് കഥ പറയുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള പുതിയ സങ്കേതങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ, പുതിയ ക്യാമറകളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നാലേ എനിക്കൊരു നല്ലൊരു ഫിലിം മേക്കറായി മാറാൻ പറ്റുള്ളൂ, എഴുത്തുകാരനായി മാറാൻ പറ്റുള്ളൂ. ഞാൻ നന്നായി വായിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ എനിക്കൊരു നല്ല സംഭാഷണ ഒരു പ്രാസംഗികനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളായിട്ടോ എനിക്ക് മാറാൻ പറ്റുകയുള്ളൂ. ആളുകളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ, ക്ലാരിറ്റിയോടെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എനിക്കത് പറ്റുള്ളൂ. അപ്പോൾ ആധുനിക സങ്കേതങ്ങൾ, ChatGPT പോലുള്ള AI ടൂൾസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ 4-5 തരത്തിലുള്ള ടൂളുകൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന ആളാണ്. ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും AI ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത്തരം ടൂളുകളില്ല. അതിൻ്റെ മാക്സിമം, അത് പെയ്ഡർ വേർഷൻസ് മാക്സിമം ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ. അതെൻ്റെ അറിവിന് വേണ്ടിയാണ്. ഞാൻ ഒരു ദിവസം 10 പുസ്തകങ്ങളെക്കുറിച്ചെങ്കിലും ഞാൻ ChatGPTയുടെ സഹായത്തോടെ പുതിയ പുസ്തകങ്ങൾ, അതിൻ്റെ സമ്മറീസ്, അതെന്താണ് എവിടെയെങ്കിലും കണ്ടാൽ അപ്പം ഞാനത് ഉപയോഗിക്കും. അപ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പ്രായമായതുകൊണ്ട്, പ്രായമൊന്നും ആകുന്നില്ല, അറിവിനോ വിജ്ഞാനത്തിനോ ഈ കാര്യത്തിനൊന്നും പ്രായമാകുന്നില്ല. യേശുദാസിനെ പോലെ അദ്ദേഹം ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
പക്ഷേ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൂ. ഈ ടീഡിയസ് ആയിട്ടുള്ള ഒരേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവര് അതിൽ എന്താ ചെയ്യാൻ പറ്റുക അവർക്ക്? ഞാൻ ചോദിക്കുന്നത് ടെക്നിക്കൽ ഉള്ള രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും ഈ ക്ലാരിറ്റിയുടെ ഈ ക്ലാരിറ്റി ഇല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വേറെ എന്തെങ്കിലും അപ്പാർട്ട് ഫ്രോം ദെയർ ജോബ്? ഉണ്ടാവുമല്ലോ, ഉറപ്പായിട്ടും. എല്ലാവരും ക്രിയേറ്റേഴ്സാ. നമ്മളിപ്പം ഒരു സിനിമ എഴുതുന്നവരോ അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതുന്നവരോ പാട്ടുകാരൻ മാത്രമാണ്, ക്ലാരിറ്റിയുള്ള കലാകാരന്മാർ മാത്രമാണ് ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് വർക്ക് എന്ന് വിചാരിക്കരുത്. എല്ലാ ജോലിക്കും അതിൻ്റെതായ ക്രിയേഷനുണ്ട്. എല്ലാത്തിനും ഒരു കലയുണ്ട് അതിനകത്ത്. എന്ത് സാധനവും അത് ചെയ്യുന്നതിന് ഒരു ഭംഗിയുണ്ട്. നോക്ക്, അവൻ ആ കിളയ്ക്കുന്ന എന്ത് ഭംഗിയാണ്. ഒരു ജോലി ചെയ്യുമ്പോഴേ ഒരു കൈക്കോട്ടുകാരൻ കൈക്കോട്ടെടുത്ത് കിളയ്ക്കുമ്പോൾ അതിനൊരു താളമില്ലേ? ഒരു ഞാറ് നടന്നതിനൊരു താളമില്ലേ? എന്തിനും ഒരു താളമുണ്ട്. ഏത് ജോലിക്കുമുണ്ട് ഒരു താളം. ഒരാൾ ഒരു കീബോർഡിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കാണും. ഞാനിങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ആൺകുട്ടികളൊക്കെ ഇങ്ങനെ ഈ ടൈപ്പ് ചെയ്യുന്നത് കാണാം. വളരെ സ്പീഡിൽ ടൈപ്പ് ചെയ്യുമല്ലോ നമ്മളെക്കാൾ കൂടുതൽ. അപ്പോൾ നല്ല ഭംഗിയാണ് ഈ കൈവിരലുകൾ കൊണ്ട് ഇങ്ങനെ അതിനൊരു താളമുണ്ട്. അതെന്താ ഇപ്പം നമ്മൾ ശരിക്കും വെക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആളായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് ചെയ്യാൻ അറിയില്ല. അതങ്ങനെ ചെയ്യുള്ളൂ. എന്നെ പോലുള്ള ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ക്ലാരിറ്റി അവർക്ക് അതിനകത്തുണ്ട്. പറയുന്നതിൽ ക്ലാരിറ്റി, ചെയ്യുന്നതിൽ ക്ലാരിറ്റി, ഇതുണ്ടാകുമ്പോഴാണ് റിസൾട്ട് നന്നാവുക. ഉറപ്പായിട്ടും നമുക്ക് ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എവിടെയാണോ ജോലി ചെയ്യുന്നത്, എന്തിലാണോ അഭിരമിക്കുന്നത്, അതിനെക്കുറിച്ച് തന്നെ ധ്യാനിക്കുക. അത് തുടച്ച് വൃത്തിയാക്കി അതിന് നല്ല വൃത്തിയായി അതിന് ക്ലാരിറ്റി എത്രത്തോളം വരുത്തിക്കൊണ്ട് എത്രത്തോളം മനസ്സിലാക്കി, വിജ്ഞാനമാകട്ടെ എന്തുമാകട്ടെ, ചെയ്യുന്നത് വളരെ പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പെർഫെക്ഷനിസ്റ്റ് ആവണ്ട. അതിപ്പോൾ പെർഫെക്ഷൻ വന്നോളും. ഈ ക്ലാരിറ്റി വരുമ്പോൾ പെർഫെക്ഷൻ തന്നെ വരും.